നിയമസഭയിൽ നിന്നും ഒരു കൗതുക വാർത്ത. തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ വേണമെന്ന് കുറുക്കോളി മൊയ്തീൻ എംഎൽഎയുടെ ശ്രദ്ധ ക്ഷണിക്കൽ. ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ രസകരമായ മറുപടി. അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ലെന്ന കാര്യമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിനിടെയാണ് കൗതുകകരമായ ഒരു ചോദ്യവും അതിനുള്ള മുഖ്യമന്ത്രിയുടെ രസകരമായ മറുപടിയും ഉണ്ടായത്. തിരൂരിനെയും നിലമ്പൂരിനെയും ബന്ധിപ്പിച്ച് ഒരു പുതിയ മെട്രോ ലൈൻ വലിക്കുന്നതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് കുറുക്കോളി മൊയ്തീൻ എംഎൽഎയുടെ കൗതുകകരമായ ശ്രദ്ധ ക്ഷണിക്കൽ അരങ്ങേറിയത്. ജനസാന്ദ്രതയേറിയ മലപ്പുറത്തെ ഗതാഗത പ്രശ്നങ്ങൾക്ക് അത് ഏറെക്കുറെ പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വാഹനപ്പെരുപ്പവും യാത്രക്കാരിലുണ്ടായ വൻ വർധനവും റോഡ് മാർഗമുള്ള യാത്രകൾ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഈ ദുരിതം അതിനേക്കാളേറെ കഷ്ടമാണ്. കേരളം ഒരു നഗരമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കേരളത്തിനേക്കാൾ ധൃതിയിലാണ് മലപ്പുറം ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ പുതിയ യാത്രാ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് തുറക്കേണ്ടതും ആവശ്യമാണ്. ആ നിലക്കാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂരിലേത്. ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കും തിരൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ വന്നത്. ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും, ചെലവ് കുറയും, സമയം ലാഭിക്കാൻ കഴിയും. അതേപോലെ തിരുനാവായിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മറ്റൊരു സർവേ നടക്കുകയും അത് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ഉള്ള പറഞ്ഞു കേട്ടു എങ്കിലും അതും ആരംഭിച്ചിട്ടില്ല. തിരൂരിൽ നിന്ന് ഈ രണ്ട് പാതകളും വടക്കോട്ടും തെക്കോട്ടും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക കൂടി ചെയ്താൽ ഈ മെട്രോ ലൈൻ ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നടുക്ക് വരവ് കൂടി ചെയ്യുകയാണ് എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്കുള്ള യാത്രാ ദൂരം, റെയിൽവേ ദൂരം ഇപ്പോഴുള്ളതിന്റെ പകുതിയായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് സംഭവം. ഒരംഗത്തിന് എന്തും ഉന്നയിക്കാനുള്ള അവകാശമുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സർ, ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വേണോ എന്നുള്ളത് അംഗം നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെൻറ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ ലൈനിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിന്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്. അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് എംഎൽഎ ആവശ്യപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. കേരള വിഷൻ, തിരുവനന്തപുരം.